എല്ലാ നല്ലവരായ നാട്ടുകാർക്കും റെക്കോർഡിംഗ് കണ്ണൻ രവീസ് ഡിജിറ്റൽ കായംകുളം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ഞാനും കാണാൻ നിങ്ങളും കാത്തിരുന്ന പെരുന്നാൾ വ്ലോഗ് ഇതാ എത്തി. ആൻഡ് ദിസ് ഇസ് സാറ്റർഡേ ഈവനിങ്. ഞാൻ പെരുന്നാളിൻ്റെ തലേന്ന് വൈകുന്നേരം ഇടാനായിട്ട് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണിത്. നല്ല അടിപൊളി കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ. അപ്പോൾ ഞാനിതെന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. 50 കിലോയുടെ 8 ചാക്ക് അരിക്കുള്ള ചോറും കറികളുമാണ് നമ്മൾ സ്നേഹവിരുന്നിന് ഇത്തവണ വെക്കുന്നത്. അതിനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യം വരും. അകത്ത്, നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഈ ഒരു ടാങ്കിൽ ഫുള്ള് വെള്ളം നിറച്ച് വെച്ചേക്കുകയാണ്. പാചകപ്പുര / കലവറയുടെ സൈഡിലായിട്ടും 3 ടാങ്കും കൂടിയുണ്ട്, അതും നിറച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ ഈ വഴിയോരത്തുള്ള ലൈൻ പൈപ്പ്സ് ഒന്നും അധികം ഇല്ലല്ലോ, ആളുകൾ ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള പൈപ്പിൽ നിന്നാണ് ഇതെല്ലാം നിറയ്ക്കുന്നത്. ബില്ല് നമുക്ക് തന്നെ വരും. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് സാറ്റർഡേ രാവിലത്തേതാണ്. അവിടെ ആ ടാങ്കിൻ്റെ അപ്പുറത്തായിട്ട് ആ ചേട്ടൻ പണിയുന്ന പണികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ടോയ്സിൻ്റെ കടയാണത്, എനിക്കുള്ള പണിയാണത്. ശനിയാഴ്ച രാവിലെ തുടങ്ങി ഞാനിവിടെ ബലൂൺ മേടിച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക്, അതായത് സാറ്റർഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പച്ചക്കറികളെത്തി. പാചകം ഏൽപ്പിച്ചിരിക്കുന്ന ടീംസ് 8:30 തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 8:30 പച്ചക്കറി വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ പച്ചക്കറി വണ്ടി ഇങ്ങ് എത്തിയപ്പോഴേക്ക് 9:30 മണിയായി. പോളയത്തോടുള്ള കോഞ്ചേരിൽ എന്ന് പറയുന്ന വെജിറ്റബിൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇത്തവണ പച്ചക്കറികൾ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ബില്ലൊക്കെയാണ് ഞാൻ അവിടെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിസിജി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫണ്ട് സിസിജിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്, അളിയൻ്റെ വക. നമ്മുടെ ഈ കാണുന്ന റോഡിലൂടെയാണ് പ്രദക്ഷിണമൊക്കെ പോകാനുള്ളത്. അപ്പോൾ ചെറുതായിട്ട് ഈ കുണ്ടും കുഴിയൊക്കെ ഒന്ന് നികത്തേണ്ടി വരും. ഈ വർഷം നമ്മുടെ വാർഡ് കൗൺസിലറാണ് ആ പരിപാടികളൊക്കെ നമുക്ക് ചെയ്തു തന്നത്. ഇപ്പുറത്തുള്ള ആ ഒരു പറമ്പും കുറച്ച് നികത്തിയിട്ടുണ്ട്, അതിനും JCB വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ ചെറിയ ടോയ് ഷോപ്പ് വരുന്നതിന് തന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ദേ ഐസ്ക്രീം വണ്ടി സാറ്റർഡേ രാവിലെ തന്നെ കൊണ്ടിട്ടേക്കുന്നത്. ഉച്ചവരെയൊക്കെ കുക്കുസാറ് പിടിച്ചു നിന്നു. ഉച്ചയ്ക്ക് അലൻ ഇങ്ങോട്ട് ലഞ്ച് കഴിക്കാൻ വീട്ടിലെത്തിയ പാടെ തന്നെ കാശും മേടിച്ച് ഐസ്ക്രീം മേടിക്കാൻ പോയി. സാറ്റർഡേ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി ഇട്ടത്. ഇനി ഐസ്ക്രീമുമായിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 2 പേരും നിലത്തൊക്കെ ആക്കും. 2 പേരെയും പുറത്ത് തന്നെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 2 പേരും പുറത്ത് നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനും മേടിച്ചു. എനിക്ക് മേലനും 2 ചോക്കോബാർ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളത് അകത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ക്യൂട്ട്നെസ്സാണ് ഈ കാണുന്നത്. നേരത്തെ കയ്യിൽ കണ്ട ഗദയുടെ ബലൂൺ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് എത്ര ബലൂണാണ് വാങ്ങിച്ചതെന്ന് കയ്യും കണക്കും ഉണ്ടാവത്തില്ല. ഷോർട്സ് വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സമയാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഈ 3 ദിവസങ്ങളിൽ നടക്കില്ല. സമയമുള്ളപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. ഇത് ഇന്ന് രാത്രിത്തേക്കും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ബീഫ് മേടിച്ചുകൊണ്ട് വന്നാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിൻ്റെ കരൾ ചെറിയൊരു പാത്രത്തിൽ മാറ്റി ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നു. സാറ്റർഡേ ഉച്ചയ്ക്ക് ഇന്നലത്തെ സാമ്പാറൊക്കെ കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. ഒരു 3 മണിയായപ്പോഴേക്ക് ഞാൻ ബീഫ് കറിയുടെ പരിപാടികൾ തുടങ്ങിയിരുന്നു. മരിയമോൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ തന്നെ അവളുടെ കയ്യിൽ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തു കൊടുത്തിരുന്നു. എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫിന് വേണ്ടത്ര ചെറിയുള്ളിയും 3-4 പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് നമുക്ക് ഈ ഒരു കുക്കറിൽ ഹൈ ഫ്ലെയിമിലൊരു 4 വിസിൽ, ലോ ഫ്ലെയിമിലൊരു 4 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ബീഫ് കറി ആയിരുന്നാൽ ഡിന്നറിന് പിന്നെ ചപ്പാത്തി ചെയ്താൽ മതിയല്ലോ. ചപ്പാത്തിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റെഡി ടു കുക്ക് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പെരുന്നാളാവുമ്പോൾ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ക്രിസ്മസിന്, ഈ 2 ടൈമിലാണ് ഞാൻ ഒരു 7-8 പാക്കറ്റ് ചപ്പാത്തി മേടിച്ച് വെക്കുന്നത്. പിന്നെ ഇതുപോലെ 1 കിലോ ചിക്കനോ ബീഫോ ഒക്കെ മേടിച്ച് കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് വന്നാലും നമുക്കങ്ങ് ചപ്പാത്തി ചുട്ട് കൊടുത്താൽ മതിയല്ലോ കഴിക്കാനായിട്ട്. ബീഫ് വേവിക്കുമ്പോൾ അല്പം തൈര് ഒഴിക്കുന്നത് ഡാഡയുടെ ഒരു ടെക്നിക്കാണ്.
ഞാൻ ഇത്തവണ എന്തായാലും അതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. കരൾ വേവിക്കാനായിട്ട് ചെറിയൊരു പാത്രത്തിലാണ് വെക്കുന്നത്. അതിലും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, തൈര് ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബൗള്, കരളിരിക്കുന്ന ബൗളെടുത്ത് ഇതിൽ വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കരൾ കൂടെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ബ്രൗണിഷ് ടിൻറ്റ് വരും കറിക്ക്, അല്ലെങ്കിൽ അത് നല്ല റെഡായിട്ടിരുന്നോളും. അപ്പോൾ ദേ ബീഫ് ഗ്യാസിലേക്ക് വെച്ചു. ഇനി ചെറിയ കുക്കറിൽ നമുക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ വേവാൻ വെക്കാം. തക്കാളി യൂഷ്വലി ഞാൻ ബീഫിൻ്റെ കൂടെ തന്നെയാണ്, വലിയ കുക്കറിൽ തന്നെയാണ് വേവിക്കാൻ വെക്കുന്നത്. ഇത്തവണ മറന്നുപോയി. അപ്പോഴാണ് ആലോചിച്ചത് എന്തായാലും പൊട്ടറ്റോ വേവിക്കണം. എന്നാൽ പിന്നെ പൊട്ടറ്റോയും തക്കാളിയും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട് ഒരു വിസിലങ്ങ് അടിക്കാം. പൊട്ടറ്റോ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് അപ്പുറത്തുനിന്ന് ബബി ആൻറ്റി വിളിച്ചിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് തന്നത്. ഇന്ന് പ്രദക്ഷിണമാണ്, ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് വേസ്പരിയൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് കുടിക്കാനായിട്ട് നമ്മൾ ഡ്രിങ്ക്സ് കൊടുക്കും. അത് പെട്ടെന്ന് കലക്കിയെടുക്കാനായിട്ട് പഞ്ചസാര ഇങ്ങനെ പൊടിക്കുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാക്കും. പൊട്ടറ്റോ പീലിംഗ് തൽക്കാലം അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ അങ്ങനെ പോയി ആ ഷുഗർ എല്ലാം തരിയായിട്ട് അങ്ങടിച്ചെടുത്തു. ഈ മതിലിനപ്പുറം ഗ്ലാഡിസും ബബിയാൻ്റെയും കൂടെ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് പൾപ്പും ബാക്കി മിക്സും ഒക്കെ ചേർത്ത് ഡ്രിങ്ക് റെഡിയാക്കുന്നുണ്ട്. ഇതുപോലെ ഡ്രിങ്ക്സ് കലക്കി വെച്ചിട്ട് 2-3 വലിയ പാത്രങ്ങളിൽ നിറയെ വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് ഐസാക്കും. ഞങ്ങളെല്ലാവരും ഒരുങ്ങി കുരിശടിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഐസ് എടുത്ത് നമ്മുടെ ആ വലിയ അണ്ടാവിൽ, ഈ ഡ്രിങ്ക്സ് കലക്കുന്നത് വലിയ പാത്രങ്ങളിലായിരിക്കും, അതിലേക്ക് വെച്ചിട്ട് പോവും. പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കറക്റ്റ് പാകത്തിന് അതൊക്കെ തണുത്തിരിക്കും. അങ്ങനെ പഞ്ചസാര മുഴുവൻ തവിടുപൊടിയാക്കി ഇനി നമുക്ക് പൊട്ടറ്റോയും ടൊമാറ്റോയും കൂടെ അരിഞ്ഞ് വേകാനായിട്ട് വെക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. 4-5 തക്കാളി അരിഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത വിളി വന്നത്. ഈ ഒരു പാത്രത്തിലും കൂടെ ഐസ് ആവാനായിട്ട് വെള്ളം ഫ്രീസറിൽ വെക്കണം. അങ്ങനെ ആ പാത്രത്തിലും വെള്ളം നിറച്ച് ഫ്രീസറിലെ ടെമ്പറേച്ചർ കോൾഡസ്റ്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അധികം സമയം ഇല്ലല്ലോ, അത് അവിടെ നിന്ന് റെഡി ആവട്ടെ. നമുക്കിതേ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു കുക്കറും കൂടെ ഗ്യാസിലേക്ക് വെക്കാം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മതി. പൊട്ടറ്റോയും അതിൽ വേവും, ടൊമാറ്റോയും വേവും. ബീഫ് കറി ആക്കി വെച്ചിട്ട് വേണം ചായ ഇടാൻ. ചായയൊക്കെ കുടിച്ചിട്ട് വേണം കുരിശടിയിലേക്ക് പോകാൻ. നിലുവിനെ കുരിശടിയിൽ കൊണ്ടുപോകുന്നില്ല കേട്ടോ, അമ്മയുടെ കൂടെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയക്കും. പ്രദക്ഷിണത്തിന് കുറച്ചധികം നടക്കാനുണ്ട്. അവനെയും കൂടെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും. പിന്നെ അതുമല്ല, കുക്കൂനെയൊക്കെ കൊണ്ട് താലപ്പൊലി എടുപ്പിക്കുന്നുണ്ട്. പാത്രത്തിൽ കുറച്ച് പൂവും തിരിയൊക്കെ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് നടത്തും. അതിനെയാണ് ഞങ്ങൾ ഇവിടെ താലപ്പൊലി എടുക്കാമെന്ന് പറയാറുള്ളത്. വലിയ ഒരുക്കങ്ങളൊന്നും ഉണ്ടാവത്തില്ല, വൈറ്റ് ഡ്രസ്സ്. ചിലർ മാലാഖയായിട്ടൊക്കെ ഒരുങ്ങി വരും. അവരുടെ കയ്യിലും തിരിയും പൂവും ഒക്കെ കൊടുക്കും. നിലുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. തിരിയൊന്നും പ്ലേറ്റിൽ കത്തിച്ച് വെക്കാനുള്ള, അവൻ്റെ പ്ലേറ്റിൽ കത്തിച്ച് വെക്കാനുള്ള ധൈര്യം എനിക്കിപ്പോൾ ആയിട്ടില്ല. അതുകൊണ്ട് അവനെ തൽക്കാലം അമ്മയുടെ കൂടെ ആക്കാം. നാളെ പെരുന്നാളിന് രാവിലെ ഇങ്ങെത്തിക്കാം. അമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്നത് അവൻ അത്രയും സന്തോഷമായിരിക്കും. ബീഫ് കറിക്കായിട്ടുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയിട്ട് ഈ സവാള നല്ല രീതിക്കൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. പെട്ടെന്ന് ബ്രൗൺ കളറാക്കാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സവാള ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കയറി അടിയിൽ പിടിക്കും. പൊടികളായിട്ട് കുറച്ചധികം മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി തട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ നോട്ടീസ് ചെയ്തത് സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒക്കെ ഏകദേശം തീരാറായി. ഹണി ജാസിലിടാനായിട്ട് നട്ട്സൊക്കെ മേടിക്കാൻ കടയിൽ പോയപ്പോൾ ഞാൻ 2 പാക്കറ്റ് സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും വാങ്ങി വെച്ചിരുന്നു. ആ ക്യാൻഡിയും ബിസ്ക്കറ്റ്സും ഒക്കെ പിന്നെ ആലൻ്റെ കസിൻ മോനിക്ക UK നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നമ്മുടെ ആ ഓണം സെലിബ്രേഷൻ്റെ വ്ലോഗിലാണ് അവളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ റീഫില്ല് ചെയ്ത പൊടികളിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ചധികം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അതങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പച്ചമുളക്, ബീഫ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിൽ മഞ്ഞൾപ്പൊടി കുറച്ചധികം ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ പൊടികൾ ആഡ് ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതിരുന്നത്. അപ്പോൾ ഇതേ ഞാൻ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഞാൻ അങ്ങനെ ഒട്ടും ചേർക്കാറില്ല. ചേർത്ത് കഴിഞ്ഞാലാണ്, വെള്ളം ചേർത്ത് കഴിയുമ്പോഴാണ് ഈ ബീഫ് ചവയ്ക്കുമ്പോൾ ചവർ മാതിരി ഇരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ തന്നെ ബീഫ് കുക്ക് ചെയ്ത് എടുക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കറിയുടെ ചാറിനും ഇറച്ചിക്കും ഒക്കെ ഒരു ബീഫിനെസ്സൊക്കെ കിട്ടും. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം അതങ്ങനെ വേവിച്ചെടുക്കാം. അതപ്പോഴത്തേക്ക് തിളച്ച് റെഡിയാവും. ഇവിടെ ഇപ്പോൾ കഴുകാനായിട്ട് ചോപ്പിംഗ് ബോർഡും പിന്നെ ഈ 2 കുക്കറും ഒരു നൈഫും സിസേഴ്സും
പിന്നെ നമ്മൾ ആ കരൾ വേവിച്ച ചെറിയ കിണ്ണിയും മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് കഴുകി വെച്ചിട്ട് കുക്കൂനുള്ള പാലും ചായക്കുള്ള വെള്ളവും ഒക്കെ ഞാൻ ദേ ഗ്യാസിലേക്ക് വെച്ചു. ഇന്നിപ്പോൾ കുക്കൂന് ഞാൻ ചായൻ്റെ കൂടെ അല്ല, പാലിൻ്റെ കൂടെ ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നില്ല. അവന് ദേ ചോക്കോസാണ് കൊടുക്കുന്നത്. ഇന്നലെ ചോദിച്ചു കേട്ടോ കുറച്ച് ചോക്കോസ് തരുമോയെന്ന്. അതുകൊണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ചോക്കോസ് കൊടുക്കാമെന്ന് കരുതി. കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഇരുന്നാലേ പ്രദക്ഷിണത്തിന് നടക്കാനൊക്കെ ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അവൻ സൈക്കിളിൽ താലപ്പൊലി എടുത്തേനെ. എൻ്റെ അടുത്ത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഞാൻ സൈക്കിളിൽ വന്നാൽ പോരെ, പ്രദക്ഷിണത്തിൻ്റെ പുറകെ ഞാൻ സൈക്കിളിൽ വരാമെന്ന്. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ദേ പ്രദക്ഷിണത്തിന് റെഡിയായിട്ട് പോകാൻ പോവുകയാണ്. പ്രദക്ഷിണത്തിൻ്റെ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രദക്ഷിണം തിരിച്ചെത്തിക്കഴിഞ്ഞുള്ള കുറച്ച് കാഴ്ചകളിലേക്ക്. ചെണ്ടമേളം അങ്ങനെ തകർക്കുകയാണ്. 8:30 അരിക്ക് വെള്ളം വെക്കാനുള്ള സമയമായി. അടുപ്പ് കത്തിക്കാനും. ലില്ലിയമ്മച്ചിയാണ് അടുപ്പ് കത്തിക്കാനായിട്ട് പോകുന്നത്. പാചകക്കാരനും ഉണ്ടാവും. അതിന് മുന്നേ ആയിട്ട് അച്ഛൻ വിറകും പാത്രങ്ങളും ഒക്കെ ഒന്ന് ആശീർവദിക്കും. അമ്മച്ചിയും ആ ചേട്ടനും കൂടെ തീ കത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മച്ചി പുള്ളിയുടെ കയ്യിലോട്ട് ഒരു ദക്ഷിണയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ കുരിശുമൂട് വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്നിൻ്റെ അടുപ്പ് ദേ ഇവിടെ കത്തിത്തുടങ്ങി. ഈ രാത്രി നമുക്ക് ഉറങ്ങാനുള്ളതല്ല, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഉണർന്നിരിക്കാം. ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. കുരിശടിയിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ കൊന്തയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പാചകപ്പുരയിലെ ബാക്കി പരിപാടികൾ തുടങ്ങത്തുള്ളൂ. വീട്ടിനകത്താണെങ്കിൽ പരിപാടികളൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ആരൊക്കെയോ ഐസ്ക്രീമും മേടിച്ചു. ഞാനിങ്ങനെ വളരെ പതുക്കെ സംസാരിക്കുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാ. ഇത് ലില്ലിയമ്മച്ചിക്ക് കിട്ടിയ പെരുന്നാൾ കോടിയാണ് കേട്ടോ. അമ്മച്ചിക്ക് ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, സലീം വല്യമ്മച്ചി. സലീം വല്യമ്മച്ചി മരിച്ചതിൽ പിന്നെ എല്ലാ വർഷവും പെരുന്നാളിന് വല്യമ്മച്ചിയുടെ മകൻ വാട്സൺ അച്ചാച്ചൻ വക അമ്മച്ചിക്കുള്ള പെരുന്നാൾ കൂടിയാണ് ഇത്. പ്രദക്ഷിണം കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ യാതൊരു പരിപാടിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയി. പ്രദക്ഷിണത്തിന്റെ ഇടയിൽ മാതാവിനെയും ഈ രൂപങ്ങളും ഒന്നും ക്ലോസ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ 2 രൂപങ്ങളുമാണ് മാതാവിന്റെ രൂപത്തിനൊപ്പം ഉണ്ടായിരുന്നത്. വീട്ടിൽ പോവാത്ത ഉറക്കമില്ലാത്ത കുറേ മനുഷ്യർ ഇന്നതേ ഇവിടെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ കാണും. നോയയും കുക്കും കൂടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. കിട്ടിയ തക്കത്തിന് മരിയേനെയും സാവിയോനെയും ദിയമോളെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഇവിടെ കിടന്ന ചെയേഴ്സൊക്കെ പിറക്കി അങ്ങ് ഒതുക്കി. നാളെ രാവിലെ 10 മണിക്ക് പെരുന്നാൾ കുർബാന. പ്രദക്ഷിണത്തിന് പോയിട്ട് വന്നവരൊക്കെ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ച ഗ്ലാസ്സസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഇടാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു വലിയ പാത്രം വെക്കും. ക്വയറ്റ് നാച്ചുറൽ. കുറച്ച് പേരിടും, കുറച്ച് പേരിടില്ല. കസരയൊക്കെ അടുക്കി പറക്കി വെച്ചതിന് ശേഷം വഴിയെ പോയ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്ന സകല എണ്ണത്തിനെയും പിടിച്ചു നിർത്തി ഗ്ലാസ് വിറക്കിച്ചു. കുക്കും നോയും ഫ്രണ്ട്സും തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളും. കുക്കു സാറ് ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ അകത്തേക്കാണ് ആ ഗ്ലാസ് കുത്തി നിറച്ച് കൊണ്ടുപോയി കളയുന്നത്. പിന്നെ കറ നല്ലതാണ് എന്നാണല്ലോ. എല്ലാം തികഞ്ഞു. ഐസ്ക്രീം ട്രക്ക് ഇന്ന് നമ്മുടെ വോളിനുള്ളിലായിരിക്കും. ഇന്നിനി രാത്രിയും ഉറക്കം കാണത്തില്ല. പുള്ളി അത് പൂട്ടിക്കൊണ്ടുപോയത് എന്തായാലും നന്നായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിന്നർ ഉണ്ടാക്കുകയാണ്. ബീഫ് കറി ഞാൻ ആ സൈഡിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി. അപ്പനും മോനും കൂടെ നേരത്തെ ചെറുതായിട്ടൊന്ന് ഉടക്കിയായിരുന്നു കേട്ടോ. ആ പിണക്കമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് റോബിനളി, വില്യംചുടെ അനിയത്തി ചെല്ലമ്മാൻ്റെയുടെ മരുമോൻ. അപ്പുറത്ത് നിൽക്കുന്നത്, മരിയയുടെ അപ്പുറത്ത് നിൽക്കുന്നത് അനിയച്ചാച്ചൻ, അനുചേച്ചിയുടെ ബ്രദറാണ്. അനിയച്ചാച്ചൻ്റെ വൈഫാണ് എൻ്റെ കൂടെ ചപ്പാത്തി ചെയ്തുകൊണ്ടിരുന്നത്. ചപ്പാത്തിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിന്നർ കഴിച്ചു. അനീജാസിനും ലൂയിസും സാവിയോയും കൂടെ ഒരു ടോയ് കാറിൻ്റെ എന്തൊക്കെയോ കിടുതാപ്പുകളെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. ആ ഭാഷ എനിക്കെന്നല്ല അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഡിന്നർ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ദേ ഇപ്പുറത്തേക്ക് വന്നു. എല്ലാ വർഷവും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേച്ചി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരും. ഇത്തവണ വന്നപ്പോഴേ ഞാൻ ചോദിച്ചു ഒന്നും കൊണ്ടുവന്നില്ലേന്ന്. ഒരു പൊതിയിൽ കുറച്ച് ബംബ്ലിമൂസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഇഞ്ചി മിഠായി. ഈ ഭാഗത്ത് എവിടെയോ ചെറിയൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ദേ ഇവിടെ ഇപ്പുറത്തായിട്ട് ചോറ് കൊട്ടകളിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇത് കുറച്ച് വാർന്നിട്ട് വേണം സ്റ്റേജിലേക്ക് എടുത്ത് തട്ടാൻ. ചോറ് തട്ടാനാണ് സ്റ്റേജിൽ നേരത്തെ ആ പനമ്പായും വെള്ള തുണിയും ഒക്കെ വിരിച്ചിരുന്നത്. ഇവിടെയുള്ള ആൺതരികളൊക്കെ ആയിട്ടാണ്
ചോറ് കോരി സ്റ്റേജിലാക്കുന്നത്. ഉറക്കം തൂങ്ങുന്നവരെ ഉണർത്താനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചില പരിപാടികളുമുണ്ട്. സേറമോൾക്ക് ഷിബുവിനെ പേടിയാണ് കേട്ടോ. അതറിയാഞ്ഞിട്ട് മനഃപൂർവ്വം അവളെ കോലപ്പെടുത്താനായിട്ടാണ് ലൂക്കുട്ടൻ ആ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ദേ ഇപ്പോൾ സ്റ്റേജിനടുത്ത് കൊണ്ടുവച്ചൊരു ബെഞ്ചില്ലേ, അവിടേക്കായിരിക്കും കൊട്ടയും ചോറും കൊണ്ടുവയ്ക്കുക. അവിടെ നിന്ന് എടുത്ത് സ്റ്റേജിലേക്ക് തട്ടും. ഡയറക്റ്റായിട്ട് അങ്ങനെ പൊക്കാനായിട്ട് അവർക്ക് പാടായിരിക്കും. 2 പേര് കാല് കഴുകി സ്റ്റേജിൽ കയറും. പിന്നെ സാധാരണ അവരെ ഇറക്കാറില്ല, എന്നാലും അടുത്ത ചാക്ക് അരി വേവുമ്പോഴത്തേക്ക് 2 പേരും മുങ്ങാറാണ് പതിവ്. വീണ്ടും കാല് കഴുകി തന്നെ സ്റ്റേജിൽ കയറും. ഇപ്പോൾ ദേ ലൂയിസും അപ്പുവും, നിബിൻ എന്നാണ് അവൻ്റെ ഒറിജിനൽ നെയിം, സ്റ്റേജിന് മേലെയുണ്ട്. അനിയങ്ങളും ബായുമാണ് താഴെ നിന്ന് ആ കൊട്ടയും ചോറും ആ സ്റ്റീൽ ഡെസ്കിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. പണ്ടൊക്കെ ഈ സ്റ്റീലിൻ്റെ കൊട്ടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ പനമ്പായുടെ കൊട്ടയില്ലേ, അതിൽ തന്നെയായിരുന്നു ചോറ് ഇങ്ങനെ കൊണ്ട് വെക്കുന്നതും അവിടുന്ന് സ്റ്റേജിലേക്ക് തട്ടുന്നതും. ഇങ്ങനെ തട്ടി തട്ടി ഇതൊരു കൂമ്പാരം പോലെയാവും വെളുപ്പിന് 3 മണിയൊക്കെ ആകുമ്പോഴേക്ക്. ഷിബുവും ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണർന്നിരിക്കാൻ തീരുമാനിച്ചേക്കാം. 2 ചാക്ക് അരിയാണ് ഒറ്റ ട്രിപ്പിൽ കോരുന്നത്. ഷാബിനും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ബായിയുടെ ആൽവിൻ്റെ കൂടെ. ഞാൻ ഈ പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതേ, എബ്രോഡുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഇവന്മാരുടെ കൂടെ തന്നെയുള്ളത്. അവർ ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരുടെ പേരൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. മാമനും ഉറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ നിൽക്കുക. മിനിയാൻറ്റിയുടെ മാമനാണ്, മിനിയാൻറ്റിയുടെ ബ്രദറാണ് മാമൻ്റെ അടുത്ത് നിന്നേച്ച അനിയങ്ങളുടെ വൈഫാണ് ബബി. അങ്ങനെ ഒരു സെക്ഷൻ ചോറ് കോരലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളിരുന്ന് അച്ചിങ്ങാപ്പയർ അരിയാൻ തുടങ്ങി. ചോറ് കോരാനായിട്ട് വന്ന അനീജാസിനാണ് മല സ്റ്റേജിൽ കിടന്നുറങ്ങുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീറ്റ് ഇവരെല്ലാവരും കൂടെ ക്യാരംസ് കളിക്കാൻ പോയി. ഞങ്ങൾ കൈവച്ച് ഒടിച്ചിട്ടിട്ട് അങ്ങനെ ഷേപ്പൊന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി കുറച്ച് നൈഫ്സൊക്കെ എടുത്തിട്ട് വന്നു. നമ്മുടെ വീട്ടിൽ കത്തിയൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ. ഇതിനിടയിൽ മാമി ഇതേ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചായ ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ട്രിപ്പ് ഞങ്ങൾ ചായ ചോദിക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ പാചകക്കാർ ചായ ചോദിക്കും. മാമി നേരം വെളുക്കുന്നത് വരെ ചായ ഇട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് ടീംസ് വന്ന് കട്ടനും ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഏകദേശം ഒരു 2:30-2:45 ആയിട്ടുണ്ടാവും. ഇന്നിനിയിപ്പോൾ എപ്പോഴാണ് ഉറക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മണി തൊട്ട് ഒരു 6 മണി വരെ ഉറങ്ങിയെന്ന് വരാം. ദേ അടുത്ത കുറച്ച് ടീംസ് ചായക്കായിട്ട് കടപ്പുറത്തുനിന്ന് കയറി വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരെങ്കിലും കളിയാക്കി പറഞ്ഞും ചിരിച്ചു അങ്ങിരിക്കുന്നതാണ് കേട്ടോ. അരിഞ്ഞിട്ടും അച്ചിങ്ങാൻ പയർ തീരുന്നില്ല. സാധാരണ സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ എന്നിങ്ങനെയാണ്. ഇത്തവണ തേങ്ങയുടെ വില കണക്കിലെടുത്തിട്ടാണ് മെഴുക്ക് പുരട്ടിയാക്കിയത്. അച്ചിങ്ങയും പയറും കൂടെ മെഴുക്ക് പുരട്ടി. ഇടയ്ക്ക് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട് ക്യാരംസും സൈക്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അടുത്തൊരു ചാക്ക് അരിയും വെന്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടേ സ്റ്റേജിലേക്ക് തട്ടത്തുള്ളൂ. ഒരു ഉൾവേവിൽ നിർത്തിയിട്ടാണ് താഴെ ചോറ് തട്ടുക. ഏറ്റവും അവസാനം തട്ടുന്ന ചോറ് കുറച്ച് നല്ലപോലെ വേവിച്ചെടുക്കും. മേലത്തെ ചോറിൻ്റെ ചൂട് കൊണ്ടിട്ട് ഏറ്റവും താഴെ നമ്മൾ ഈ ഉള്ളരി പോലെ വേവിച്ചിട്ട ചോറ് നാളെ ആകുമ്പോൾ അങ്ങ് സെറ്റാവും. ഏതാണ്ട് 4:30 തൊട്ട് ഒരു 7 മണി വരെ ഞാൻ കിടന്നുറങ്ങി. 7 മണിക്ക് ഉറക്കത്ത് നിന്ന് എണീറ്റ് കുക്കൂനുള്ള പാലും പിന്നെ ആ ഒരു ബൗളിലെ ഞാൻ ഇന്നലത്തെ ബീഫ് കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ അരച്ച് ചേർത്ത് ഒരു സ്റ്റൂ പോലെ, ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റൂ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല പായസത്തിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ധർമ്മസലി പായസമാണ് ആ ഉരുളിയിൽ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തൊട്ടാണ് നമ്മൾ സ്നേഹവിരുന്ന് കൊടുക്കുന്നത്. ആളുകൾക്ക് കൈ കഴുകാനുള്ള പൈപ്പ് ലൈനിലേക്ക് വെള്ളം എടുക്കാൻ നോക്കിയപ്പോൾ ലൈൻ പൈപ്പിൽ വെള്ളം നിന്നു. നമ്മുടെ പൈപ്പിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹോസ് കുറച്ചും കൂടി വേണമായിരുന്നു. ഇതിനിടയ്ക്ക് ഗ്യാസും തീർന്നതല്ല, കുറ്റിക്ക് എന്തോ പ്രശ്നം. ഇവിടെ നിറകുറ്റി ഉണ്ടായിരുന്നുകൊണ്ട് അതങ്ങനെ അങ്ങ് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 മണവാളന്മാരെയും ഒരുക്കി നിർത്തി കഴിഞ്ഞപ്പോഴേക്ക് മമ്മിയും ഡാഡയും പിള്ളേരും ഇങ്ങെത്തി. ഇനി എനിക്ക് കമ്മിറ്റി മെമ്പറായിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് ഇറങ്ങാം. മമ്മി വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. പൂജ തുടങ്ങി കേട്ടോ. 2 പേരെയും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല. ഡാരലിൻ്റെയും ഡെല്ലിയുടെയും കൂടെ ഇവിടെ ഇരുന്ന് കളിച്ചോളും. ഞാൻ നേരെ ചെന്ന് ലില്ലിയമ്മച്ചിയുടെ കൂടെ അങ്ങ് നിന്നു. നമുക്ക് എവിടെ ഇരുന്നാലും പൂജ കേൾക്കാം കേട്ടോ.
അകത്ത് സ്ഥലമൊന്നും ഉണ്ടാവത്തില്ല, എല്ലാവരും പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ഒരു നരയാണ് ജിത്തു സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നല്ല, ഞാൻ ഈ മുടി കഴിച്ചിട്ടാൽ ഇഷ്ടം പോലെ നരയുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് അങ്ങ് എടുത്തു. പൂജ കഴിഞ്ഞ് കൊടി ഇറക്കിയിട്ടാണ് അച്ഛൻ വന്ന് ചോറും കറികളും ഒക്കെ ആശീർവദിക്കുന്നത്. പ്രാർത്ഥിച്ച് ഈ ആശീർവാദമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചോറുണ്ണാനുള്ള കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ തന്നെ കുറച്ച് ചോറ് വായിൽ വെച്ച് കൊടുക്കും. ഈ 6 മാസത്തിലെ ചോറൂണൊക്കെ ഇല്ലേ, അത് തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കുമായിട്ട് വിളമ്പും. അപ്പോഴേക്ക് ഈ കാണുന്ന ക്യൂ അങ്ങറ്റം വരെ എത്തിയിട്ടുണ്ടാവും. ഒരുപാട് സ്ഥലത്ത് പന്തലിട്ട് വെയിൽ കുറച്ചിട്ടുണ്ട്, എന്നാലും നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു. ദേ ഇവിടെ നിന്ന് അങ്ങ് വരെ കുരിശടിയുടെ മുറ്റം വരെ ക്യൂ ഉണ്ടാവും. ദയവായി ശ്രദ്ധിക്കുക, കുടിവെള്ളത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസുകൾ അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കേണ്ടതാണ്. കുരിശടി മെയിൻ്റനൻസിനായി സഹായിച്ച വിദേശത്തുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അരി സംഭാവന നൽകിയ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി അർപ്പിക്കുന്നു. സ്പോൺസേഴ്സിനെയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ മൈക്കെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അങ്ങ് ജീവിച്ച് കാണിക്കും. ഇവിടെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്. സാരി ഉടുത്തുകൊണ്ട് ഈ വക പരിപാടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് എനിക്ക്. പക്ഷേ ഈ സാരിക്ക് അധികം നീളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉടുക്കാനും വെയിറ്റ് തീരെ ഇല്ലാത്തത് കൊണ്ട് ക്യാരി ചെയ്യാനും എളുപ്പമായിരുന്നു. ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ലില്ലിയമ്മച്ചിയും ചെല്ലമ്മാൻ്റെയും പോയിട്ട് ഒരു 4 പാത്രം ചോറ് മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ കൊണ്ട് വെച്ചിട്ട് മമ്മീയും ഡാഡി ഇനി അതിനു വേണ്ടി വരണ്ടല്ലോ, പിള്ളേർ സെറ്റ് എല്ലാം ഇവിടെയാണ്. അപ്പോൾ പിന്നെ ഇനി മമ്മിക്കൊക്കെ വന്ന് ക്യൂ നിൽക്കാൻ പാടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ചോറൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മേടിച്ചു വെച്ചു. നിലു ചോറ് കഴിക്കാത്തതുകൊണ്ട് അവനെ ഞാൻ പായസം കുടിപ്പിച്ചു. പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം ഒരാളെ കൊണ്ട് അങ്ങനെ അങ്ങ് സമാധാനമായിട്ട് ഇവിടെ ആരും കഴിപ്പിക്കത്തില്ല. എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ്. ഇനി വേറൊരു ഐറ്റം കാണിച്ചു തരാം. സുഭദ്ര നോക്കി നിൽക്കെ എത്രാണ്ടോ കൈകളുള്ളൊരു ജീവി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇതെല്ലാം കൂടെ കുരുങ്ങിക്കിടക്കും. ഞാൻ അവിടെയും ഇവിടെയും ലില്ലിയംച്ചിൻ്റെ വീട്ടിലും ഒക്കെ കാണും കേട്ടോ. കുമ്പിടി ഇവിടെ വന്ന് ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തമ്പി അങ്കിൾ എനിക്ക് ഒരു ഗ്ലാസ് പായസം ഒഴിച്ചു തന്നു. കുറച്ച് നേരമായിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലേ, പായസം കുടിക്കാൻ പറഞ്ഞിട്ട്. സാമ്പാർ തീരാറായി, തീർന്നു കഴിഞ്ഞാൽ ഉടനെ രസം വിളമ്പി തുടങ്ങും. ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് സാമ്പാർ, അവിയൽ, മെഴുക്ക് പുരട്ടി, അച്ചാർ. ഞങ്ങളിവിടെ മേലെ വെറുതെ ഇരുന്ന് കുറച്ച് അച്ചാർ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചോറ് മേടിക്കാനായിട്ട് ഇപ്പോഴും നല്ല തിരക്കുണ്ട്. കൊച്ചുപാപ്പയുടെ സർജറി മെനഞ്ഞാന്ന് കഴിഞ്ഞിരുന്നു. ഇന്ന് ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് ഒഴിയുമ്പോഴേക്ക് ഒരു പാത്രം നേർച്ചച്ചോറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇവിടെ ബോക്സിൽ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആ പാട്ടൊന്നും നമുക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. നല്ല 2-3 പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അളിയനും പാടാൻ തോന്നും. അങ്ങനെ റോബിൻ അളിയനും പോയി പാടി ഒരു അടിപൊളി പാട്ട്. ഈവൻ കരോക്കെ പോലും ചിലപ്പോൾ കോപ്പിറൈറ്റ് ആയിട്ട് കണ്ടന്റ് ID ക്ലെയിം ചെയ്യും. അളിയനെ കൊണ്ടൊരിക്കൽ കരോക്കെ ഇല്ലാതെ ഞാൻ പാടിച്ച് കേൾപ്പിച്ചു തരാം. അങ്ങനെ പാട്ടും പാടി ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചെത്തി. അളിയൻ്റെ മാസ്റ്റർ പീസാണ് തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. അളിയനൊരു വൈബ് പാട്ട് പാടേണ്ടതായിരുന്നു എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയും സമയമുണ്ടല്ലോ, 2 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് വൈബിനനുസരിച്ച് പാടാമെന്നാണ് ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കഴിച്ചത്. ഞാൻ എനിക്കായിട്ടൊരു പാത്രം ചോറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ സാവി ഉച്ചൻ മതി എന്നും പറഞ്ഞ് ഒരു പാത്രം ചോറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവന് കണ്ട മീനോ ഇത്തിരി പൊരിച്ച കോഴിയോ ഒക്കെ ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങാൻ പാടാ. അവൻ്റെ കയ്യിൽ നിന്ന് ബാക്കി ആ ചോറ് മേടിച്ചിട്ടാണ് ഞാൻ സ്പൂൺ വെച്ച് കഴിക്കുന്നത്. ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ മുഖത്തും കയ്യിലും ഒക്കെ റീഅപ്ലൈ ചെയ്തതേ ഉള്ളൂ കേട്ടോ, ഈ കോസ്റ്റ്യൂം ചേഞ്ചിൻ്റെ കൂടെ. അപ്പോൾ ഇനിയും കൈ കഴുകി അതൊക്കെ കളയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് കഴിക്കുന്നത്. ഇവന്മാരാരാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇച്ചിരി ബീഫ് കറി ഇതാ ചേച്ചി എന്നും പറഞ്ഞ് ഈ മതിൽ പറ്റേ വന്ന് നിന്നതാണ്. അവന്മാർക്കും ഇത് തന്നെ പ്രശ്നം, ഇത്തിരി എന്തെങ്കിലും വേണം കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി ബീഫ് അരിച്ചും ഗുണിച്ചും ഒക്കെ മൊത്തം വിളമ്പി കൊടുത്തു. മതിലിന് മേലെ ആ ഒരു ബോക്സിലിരിക്കുന്ന പ്ലേറ്റിലെ ചോറാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആലൻ ആൻഡ് ടീംസ് ചോറ് കഴിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, 4 ആയി എന്ന് തോന്നുന്നു. അപ്പോൾ ലൈനിൽ ക്യൂ ഒക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. അവരങ്ങനെ പോയി നിന്ന് ചോറ് മേടിച്ച് കഴിച്ചു. ഞങ്ങൾ ആ ഗ്യാപ്പിന് ചോറും എടുത്തിട്ട് നേരെ മെഡിസിറ്റിയിലേക്ക്. ഞങ്ങൾ NH കയറാറായപ്പോൾ തന്നെ ഒരു വീടിന് മുന്നിൽ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആ ആംബുലൻസ് ഞങ്ങൾക്ക് പുറകെ മെഡിസിറ്റിയിലേക്കും.
പ്ലേറ്റ് എല്ലാം ഉണ്ടല്ലോ. ഹലോ. കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഡോറിൽ കണ്ട കാര്യം അവരോട് ഷെയർ ചെയ്യുന്നത്. ആ വന്ന ആംബുലൻസിൽ ഒരു ചേട്ടനെയാണ് കൊണ്ടുവന്നിരുന്നത്. സിനാരിയോ ഒക്കെ കണ്ടിട്ട് ഏതോ വീട്ടിൽ മേലെ പണിക്ക് നിന്നിട്ട് ആള് താഴെ വീണതാണെന്നാണ് തോന്നുന്നത്. ഫയർഫോഴ്സ് ഒക്കെ വന്നത് എന്തിനായിരിക്കും എന്നറിയാനായിട്ടാണ് ആംബുലൻസ് വന്നപ്പോൾ അതിന് തൊട്ടു പുറകെ പോയി നിന്ന് നോക്കിയത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ പോയി അങ്ങനെ കാണണ്ടായിരുന്നു എന്നാണ് തോന്നിയത്. തിരിച്ച് കൊച്ചുവപ്പയ്ക്ക് ബന്ന് മുക്കി കഴിക്കാനായിട്ട് 2 കട്ടനും മിനിയാൻറ്റിക്കും ലൂയിസിനുമുള്ള ചായയും കോഫിയും ഒക്കെ ആയിട്ട് റൂമിലേക്ക്. ലൂയിസിന് കുറച്ചു നേരം ഉറങ്ങണമെന്ന്. പാവം ഇന്നലെ രാത്രി മൊത്തം ഉണർന്നിരുന്നതല്ലേ. അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ മിനിയാൻറ്റീനെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക്. മിനിയാൻറ്റി ഇനി വന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് സന്ധ്യയ്ക്ക് തിരിച്ചു പോകും. അങ്ങനെ നമ്മുടെ സ്നേഹവിരുന്ന് ഏകദേശം പര്യവസാനത്തിലേക്ക് എത്തി. ഇവിടെ നിലൂനെ മരിയമോൾ ഉറക്കി കഴിഞ്ഞിരുന്നു. പിന്നെ പാത്രം കഴുകാനായിട്ടൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ ഇടണ്ടേ. പക്ഷെ ചായ ഇട്ടത് ഞാനല്ല, ഞാൻ മരിയമോളെ കൊണ്ട് ചായ ഇടിച്ചു. റോബിനളിയൻ ഒരു ലോഡ് പഴംപൊരി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പോയതിൻ്റെ ഇടയ്ക്ക് അളിയനും സാവ്യോച്ചനും ഒക്കെ ഒരു ഉറക്കവും കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ച് തിരിച്ചു വന്നിരുന്നു. വരുന്ന വഴിക്കാണ് പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നത്. ഞാനിപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കണ്ട കാര്യം കേട്ടോ അവരോട് ഈ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വീട്ടിലെ വെള്ളവും തീർന്നു. താഴത്തെ ടാങ്കിലെയും മേളത്തെ വാട്ടർ ടാങ്കിലെയും ഒക്കെ വെള്ളം തീർന്നു. ഇനി അവിടെ കൈ കഴുകാനായിട്ട് ആ പൈപ്പിൽ കൂടെ വെള്ളം വരത്തില്ല. പിന്നെ പ്ലാൻ ബി, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. ഇനി കൂടിപ്പോയാൽ ഒരു 1 മണിക്കൂർ കൂടെ മറ്റോ സ്നേഹവിരുന്ന് വിളമ്പാൻ പറ്റത്തുള്ളൂ. 2-3 ദിവസത്തെ ഉറക്കം എല്ലാവർക്കും ബാക്കിയുണ്ട്. എല്ലാം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ നേരെ കുളിക്കാൻ പോയത്. ഞാൻ മേലെ പോയിട്ടാണ് കുളിച്ചത്. അപ്പോൾ അവിടെ നിന്നൊരു ഷോട്ട് ഇങ്ങനെ എടുക്കാമെന്ന് കരുതി. എപ്പോഴും പകല് മാത്രമല്ലേ കാണുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നാടകം കാണാൻ പോവാം. ഏറ്റവും ഫ്രണ്ടിലായിട്ട് കുക്കു സാറ് ആ തൂണിൽ പിടിച്ച് കിടപ്പുണ്ട്. ചോദിച്ചപ്പോൾ വെള്ള പാൻ്റ് ആയതുകൊണ്ട് ഇരിക്കുന്നില്ലാന്ന്. പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തു. ആളുകളൊക്കെ വന്നു, നാടകം തുടങ്ങി. റെക്കോർഡിംഗ് കണ്ണൻ രവീസ് ഡിജിറ്റൽ കായംകുളം. പറഞ്ഞ പോലെ നാടകത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനമാണ് നാടകം. നാടകമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി. നമ്മുടെ വീട്ടിലിരുന്നാലും ഓഡിയോ ഫുള്ള് നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. ഈ മതിൽ പറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ നാടകം നല്ലപോലെ കാണാനും പറ്റും. ഇടയ്ക്ക് തൂണിൻ്റെ മറവ് വരുമെന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും വരുമല്ലോ. പവിഴനും ജെനിഫർ ചേച്ചിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. ചേച്ചിക്കും മക്കൾക്കുമൊക്കെ ഒരു പനി കഴിഞ്ഞ് നിവർന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ ഫാമിലി ഇവിടെ സജീവമാകാതിരുന്നത്. ഞാനും മരിയമോളും കൂടെ 2 പാൻ വെച്ചിട്ട് ചപ്പാത്തി ചുടാൻ തുടങ്ങി. ബീഫ് കറിയൊക്കെ തീർന്നിരുന്നല്ലോ. അനീച്ചാച്ചൻ പോയിട്ട് അൽഫാമും ഷവായിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അതുമൊക്കെ ആയിട്ട് ചപ്പാത്തി കഴിക്കാമെന്നാണ് പ്ലാൻ. കൂടെ കുറച്ച് കുബൂസും ഉണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാൻ സമയമായപ്പോഴേക്ക് ഞാൻ പതുക്കെ പോയി കുക്കുവിനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് പോരുന്നു. ഞാൻ നാടകം കഴിഞ്ഞിട്ട് വന്നോളാന്ന്. അത് നാടകം കാണാനുള്ള ഉത്സാഹമല്ല കേട്ടോ, ആ മണ്ണിലിരുന്ന് പടം വരയ്ക്കാനാ. എന്നാലല്ലേ നാളെ മുഴുവൻ തുമ്മി തീർക്കാൻ പറ്റത്തുള്ളൂ. നാളെ മൺഡേ ആണ്, പക്ഷേ സ്കൂളിൽ പോകുന്നില്ല. നാളെ ഇവിടെ പാത്രങ്ങൾ കഴുകാനും അടുക്കി പെറുക്കാനും ഒതുക്കാനും കണക്ക് നോക്കാനും ഒക്കെ ഉണ്ട്. അതെല്ലാ തിങ്കളാഴ്ചയും അങ്ങനെ. ഇവിടെയുള്ള പിള്ളേരൊക്കെ കൊടിയേറ്റത്തിന് വെള്ളിയാഴ്ച തുടങ്ങി ലീവായിരിക്കും. ഷാബിനാണ് രാത്രിത്തെ ഫുഡും കൊണ്ടാ പോയത്. മരിയമോൾക്ക് നാളെ തിരിച്ചു കയറണം. അവൾ നഴ്സിങ്ങിന് പഠിക്കുക. അപ്പോൾ അവൾക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ. ജെനി ചേച്ചിയെ കാണാഞ്ഞത് വരാഞ്ഞിട്ടാണ് കേട്ടോ. ചേച്ചിയുടെയൊക്കെ ഓഫീസ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി. അതിൻ്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു. നാടകം കഴിഞ്ഞ് ഫ്രഷായിട്ട് വരുന്നവർക്കായിട്ട് ചോറ് വിളമ്പി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാടകത്തിനുള്ള എമൗണ്ടൊക്കെ സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിനുള്ള എമൗണ്ട് MS എന്നോ മറ്റോ ആയിരുന്നു പേര്. അവർ കുറച്ച് ട്യൂബ് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എമൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അനിയങ്ങളുടെ കയ്യിൽ കൊടുത്ത്, അനിയങ്ങളാണ് ഞങ്ങളുടെ കൺവീനർ, അനിയങ്ങൾ ആ ഒരു എമൗണ്ടും സെറ്റിൽ ചെയ്തു. ഇത് തർക്കിക്കുന്നതൊന്നും അല്ല കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഒരു 2000 രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നാലേ ഞാൻ എൻ്റെ വീഡിയോയിൽ MS സൗണ്ടിനെ പറ്റി പൊക്കി പറയത്തുള്ളൂ എന്ന്. അതിന് നിങ്ങളിതൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിതേ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. ട്രൈപോഡിൽ ക്യാമറ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ വണ്ടി തിരിച്ച് കൊച്ചിയിലേക്ക്, ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക്. ഈ വർഷത്തെ പെരുന്നാളിന് എന്നോടൊപ്പം കൂടി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.